ഡെവിൾ വെയർസ് പ്രാഡ ബൈ ലോറൻ വെയ്സ്ബർഗർ. ഒരു ടോക്സിക് ബോസ് ആൻഡ് വർക്ക് കൾച്ചർ നമ്മളെ എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുക, അങ്ങനെ ഒരു കഥ പറയുന്ന ബുക്കാണ് ഡെവിൾ വെയർസ് പ്രാഡ. ഇതിൽ പ്രധാനമായും 2 ക്യാരക്ടേഴ്സാണുള്ളത്. ആൻഡ്രിയ സാക്സും ആൻഡ്രിയയുടെ ബോസായ മിറാൻഡ പ്രീസ്ലിയും. ആൻഡ്രിയ വർക്ക് ചെയ്യുന്നത് റൺവേ എന്ന് പറയുന്ന ഒരു ഫാഷൻ മാഗസിനിലാണ്. റൺവേ മാഗസിൻ വേൾഡിൽ തന്നെ ഏറ്റവും പവർഫുൾ ആയ ഒരു ഫാഷൻ മാഗസിനാണ്. ആ മാഗസിൻ്റെ എഡിറ്ററാണ് മിറാൻഡ. മിറാൻഡയുടെ അസിസ്റ്റൻ്റ് ആണ് ആൻഡ്രിയ. പിന്നെ ഒരു മൂവി അഡാപ്റ്റേഷൻ ഉണ്ട്. അതിൽ ഈ ക്യാരക്ടേഴ്സിനെ പ്ലേ ചെയ്തിരിക്കുന്നത് ആൻ ഹാത്വേയും മെറിൽ സ്ട്രീപ്പും ആണ്. രണ്ടുപേരും നല്ല അടിപൊളിയായിട്ടാണ് ആ ക്യാരക്ടേഴ്സിനെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. മിറാൻഡ പ്രീസ്ലി ഇസ് എ ടഫ് ബോസ്. ഷീ ഈസ് ഇമോഷണലി കോൾഡ്. വളരെ ഇമ്പോസിബിൾ ആൻഡ് അൺറീസണബിൾ ആയിട്ടുള്ള ടാസ്കുകളായിരിക്കും ആൻഡ്രിയയ്ക്ക് എപ്പോഴും മിറാൻഡ കൊടുക്കുന്നത്. ഇതിൻ്റെ മൂവിയിൽ മെറിൽ സ്ട്രീപ്പ് പ്ലേ ചെയ്യുന്ന ക്യാരക്ടർ കുറച്ചുകൂടെ ഒരു ലൈക്കബിൾ ആയിട്ടാണ് അവർ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ ബുക്കിൽ ഈ ക്യാരക്ടർ തീരെ ലൈക്കബിൾ അല്ല. ആൻഡ്രിയയ്ക്ക് ഫാഷനോടോ റൺവേ മാഗസിനോടോ അങ്ങനെ പ്രത്യേകിച്ച് വലിയ താല്പര്യമൊന്നുമില്ല. ഇവിടെ ഒരു വർഷം വർക്ക് ചെയ്ത ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ആൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ന്യൂസ് പേപ്പറിൽ ജോലി കിട്ടും. അതുകൊണ്ട് മാത്രമാണ് ആൾ മിറാൻഡനെ സഹിക്കുന്നത്. ഒരു ടോക്സിക് ബോസ് എങ്ങനെയാണ് ആൻഡ്രിയയുടെ പേഴ്സണൽ ലൈഫിനെ എഫക്റ്റ് ചെയ്യുന്നത്, കോർപ്പറേറ്റ് പൊളിറ്റിക്സ്, ഫാഷൻ, അതൊക്കെ ഈ ബുക്കിൽ വളരെ നന്നായിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. ഈ ബുക്കിൽ വേറെയും ക്യാരക്ടേഴ്സ് ഉണ്ട്. അലക്സ് ആൻഡ്രിയയുടെ ബോയ് ഫ്രണ്ട്, എമിലി ആൻഡ്രിയയുടെ സീനിയർ, ആൻഡ്രിയയുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി. ഇതൊരു ഈസി റീഡ് ബുക്കാണ്. ചുരുക്കത്തിൽ നിങ്ങൾ ഫാഷൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിലും അല്ലെങ്കിലും നിങ്ങളെ ഈ ബുക്ക് ബോറടിപ്പിക്കില്ല. നിങ്ങൾ ഈ ബുക്ക് വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ പറയും.